അങ്ങനെ കേരള സ്റ്റോറി 2 കണ്ടു. ഞാൻ ആക്ച്വലി പടം കാണാനിരുന്നതല്ല, പക്ഷെ വേറൊരു പടം ഇംഗ്ലീഷ് പടം കാണാൻ പോയപ്പോൾ ഇതും കൂടി കണ്ടതാണ്. സോ പറഞ്ഞു വന്നത്, നമ്മൾ ആക്ച്വലി തെറ്റിദ്ധരിച്ചു കേട്ടോ. ഈ പടം കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തെ അപമാനിക്കുന്ന ഒരു പടമല്ല, അല്ലെങ്കിലും കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നാണല്ലോ. സോ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുമുള്ള മുസ്ലിംസ് സൗണ്ട് വേണം, അവര് സോംബികളാണ്. അവരുടെ കയ്യിലൊന്നും ചെന്ന് പെടരുതേ എന്ന് കേണ് താണ് വണങ്ങി കുണുങ്ങി മണങ്ങി പറയുന്ന ഒരു സോംബി പടമാണിത്. അതുകൊണ്ടാണല്ലോ ഈ എമ്പുരാൻ, മെർസൽ, ജനനായകൻ ഇതുപോലെയുള്ള മതവികാരം വ്രണപ്പെടുത്തിയ പടങ്ങൾക്ക് ഒന്നും ലഭിക്കാത്തൊരു പ്രിവിലേജ് ഒക്കെ നമ്മൾ കൊടുത്തതിന് ഈസി ആയിട്ട് ഇതിന് സെൻസർഷിപ്പ് ഒക്കെ നൽകിയത് അല്ലെ കാമുക്കിയ ബ്രോ. ഓ യാ, ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് കാമുഖ്യ നാരായൺ സിംഗ് ആണ്. തിരക്കഥ എഴുതിയത് വിപുൽ അമൃത് ലാൽ ഷാ ആൻഡ് അമർനാഥ് ഝാ എന്നിവർ ചേർന്നാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഉൽക്ക ഗുപ്ത, ഐശ്വര്യ ഓച്ച, അദിതി ഭാട്ടിയ ഇവരൊക്കെയാണ്. ഫസ്റ്റ് പാർട്ടിലൂടെ കേരളം മുഴുവനും ഹിന്ദു പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് കൺവേർട്ട് ചെയ്യുകയാണ്. കേരളത്തിലെ മുസ്ലിംസ് മുഴുവനും തീവ്രവാദികളാണ്. അങ്ങനെയൊക്കെയുള്ള പ്രൊപ്പഗണ്ട പരത്തുന്ന പടമാണ്. അത് കേരളത്തിന് പുറത്തുള്ളവരെ ഒരു പരിധി വരെയെങ്കിലും വിശ്വസിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അതും ഒരു സോംബി പടമായിരുന്നു, നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ആ സിനിമയുടെ കഥയിലെ ഫാക്ട് ചെക്ക് ഒക്കെ നമ്മൾ ഓൾറെഡി പണ്ടേ നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. അതുകൊണ്ടാണല്ലോ ആ പടത്തിന് ഒരു പ്രോത്സാഹനമായിട്ട് നാഷണൽ അവാർഡ് ഒക്കെ കിട്ടിയത്. അപ്പോൾ ആ അവാർഡിൽ നിന്നുമൊക്കെ ഊർജ്ജം കിട്ടിയത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ രണ്ടാമത്തെ ഒരു പടവുമായിട്ട് വരുന്നത്. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട്. വാട്സ്ആപ്പ് ഫോർവേഡ് മെസ്സേജുകളിൽ നിന്നുമുള്ള വെറുപ്പിന്റെ കഥകൾ ചേർത്ത് എഴുതിയ തിരക്കഥയാണെന്നൊക്കെ പലരും പറയും. പക്ഷെ അങ്ങനെ കളിയാക്കി പറയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ അതിന് ആധികാരികത കൂട്ടാൻ വേണ്ടി പടത്തിന്റെ അവസാനം ഈ സെറ്റ് ചെയ്ത സ്ക്രിപ്റ്റിന് ചേരുന്ന വിധത്തിൽ ഒന്ന് രണ്ട് റിയൽ ഇൻസിഡൻസിനെ കാണിക്കുന്നുണ്ട്. സത്യമാണെന്ന് ന്യായീകരിക്കണമല്ലോ അല്ലേ കാമുക്കിയ ബ്രോ? പക്ഷെ ഇത് സോംബി പടമാണ് കേട്ടോ. അല്ലെങ്കിലും ഒരു വിഭാഗം മനുഷ്യരോട് നമുക്ക് വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നുമ്പോൾ അവർ സോംബി ആയിട്ടും ഏലിയനായിട്ടും ഒക്കെ തോന്നും, സ്വാഭാവികം. ഇനി ഇത് സോംബി പടമാണോ പ്രൊപ്പഗാണ്ട പടമാണോ എന്നൊക്കെ നിങ്ങൾ ഇതിന്റെ കഥ കേട്ടിട്ട് തീരുമാനിക്കുക. കട്ട സ്പോയിലറാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇത്തവണ കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയേ ഉള്ളൂ. മറ്റ് 2 പെൺകുട്ടികളും നോർത്തിൽ നിന്ന് തന്നെ ഉള്ളവരാണ്. അപ്പൊ ടാർഗറ്റ് നമ്പർ 1 കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ്, ഹിന്ദു പെൺകുട്ടി സുരേഖ. വയസ്സ് 25-26 കണ്ടായിരിക്കും. അവരുടെ വീട്ടുപേര് നായർവില്ല, അങ്ങനെ എന്തോ ആണ്. പ്രോഗ്രസീവ് ആയിട്ടുള്ള ഹിന്ദി ആളി പെൺകുട്ടിയാണ്. എന്ന് വെച്ചാൽ മലയാളം 1-2 വാക്കുകൾ ലൈക്ക് അച്ഛ, അമ്മേ, അയ്യോ, ഈശ്വര, ദോശ, അടിപൊളി, ബാക്കിയെല്ലാം ഹിന്ദി പറയുന്ന ഹിന്ദിയാളി കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. ആദ്യം കാണിക്കുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സുരേഖ ഇങ്ങനെ കുളിച്ചിട്ട് ടവല് മാത്രം ധരിച്ച് നേരെ അടുക്കളയിൽ വന്നിട്ട് ദോശ കഴിക്കുന്നതാണ്. അപ്പൊ അമ്മ അയ്യേ പറയുമ്പോ, അമ്മ ഹമാര ദോശ ഓർ ചട്നി കഴിക്കുന്നതാണ് മുഖ്യം, തുണി ഉടുക്കുന്നതല്ല എന്ന് പറയുന്ന ഒരു റിയൽ മല്ലു ഗേൾ. അങ്ങനെ ഹിന്ദു ആണെങ്കിലും ഹിന്ദു ആചാരങ്ങൾ ഫോളോ ചെയ്യാത്ത, അല്ലെങ്കിൽ പൂജ ചെയ്യുന്നത് എന്തിനാണ്, എങ്ങനെയാണ് ഹിന്ദുവായിട്ട് ജീവിക്കേണ്ടത്, ഇതൊന്നും പഠിപ്പിക്കാത്ത ഒരു സെക്യുലാർ മലയാളി കുടുംബത്തിലെ കുട്ടിയാണ് കേട്ടോ. എന്തായാലും മുല്ലപ്പൂ ചൂടിയിട്ടില്ല, താങ്ക്സ്. അവള് സലീം എന്നൊരു മുസ്ലിം പയ്യനെ പ്രണയിക്കുന്നു. അവൻ പറയുന്നത് നിണ്ട മുടി ഒറുക്കലും മുറുക്കരുത്. ആ മുടി അവന് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു മുടിയന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെ തലാഖ് ചെയ്തിട്ട് സുരേഖയുമായിട്ട് ലിവ് ഇൻ റിലേഷന് പോകാം വിത്ത് സുരേഖ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ അംഗീകരിച്ചുകൊണ്ട്. അതായത് ഒരിക്കലും അവള് കൺവേർട്ട് ചെയ്യില്ല, ഹിജാബ് ധരിക്കില്ല, ഇതൊക്കെ സമ്മതിച്ചിട്ടാണ് പ്രണയിക്കുന്നത്. ഇതറിയുമ്പോ അച്ഛൻ പറയുന്നുണ്ട്, മോളെ തുമാര ഡിസിഷൻ ഠീക്ക് ആണോ മോളെ? അപ്പൊ സുരു പറയും, അച്ഛാ ആ പ്രോഗ്രസീവ് ഹെന. എന്നിട്ട് സ്വന്തമുള്ള കാര്യം വന്നപ്പോ തനിക്കണം കാണിക്കുന്നോടോ. മോളെ ഹം ഹിന്ദു ഹേ, അവനൊരു മുസ്ലിം പയ്യനല്ലേ ഹേ മോളെ എന്ന് അമ്മ പറയുമ്പോ, ഇത് ഇസ്ലാമോഫോബിയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്നൊക്കെ സുരു പറയും. എന്ന് വെച്ചാൽ മലയാളികൾ വിദ്യാഭ്യാസമുണ്ട്, ലിബറൽ ചിന്താഗതിയൊക്കെയാണ്, പക്ഷെ മണ്ടന്മാരാണ്, ഈസി ആയിട്ട് പറ്റിക്കപ്പെടും എന്നാണ് കാമുഖ്യ ജി ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വീട്ടുകാർ മനസ്സോടെ അവളുടെ ലിവ് ഇൻ റിലേഷൻ തീരുമാനം അംഗീകരിച്ചു കൊടുക്കും. ഇനി ടാർഗറ്റ് നമ്പർ 2 ദിവ്യ, 17 വയസ്സ്, രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നുള്ള കുട്ടിയാണ്. കൊഞ്ചം റീൽസ് പൈത്യമാണ്. അതും റീൽസ് സെക്സി ഗ്ലാമറസ് ഡാൻസ് ചെയ്യാനാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടം. അത് വീട്ടിൽ സമ്മതിക്കില്ല. അതുകൊണ്ട് സെക്സി റീൽസ് ചെയ്ത് സ്റ്റാർ ആകാൻ ഫുൾ ഫ്രീഡം കിട്ടാൻ വേണ്ടി നീ എന്നെ കല്യാണം കഴിക്കൂ എന്നൊരു സ്പെഷ്യൽ ലിമിറ്റഡ് ഓഫറുമായിട്ട് അവളുടെ പുറകെ വരുന്ന മുസ്ലിം കാമുകൻ റഷീദ്. അതിൽ അവൾ വീണിട്ട് അവൾ അവന്റെ കൂടെ ഒളിച്ചോടി പോകും. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ, അവളെ കൺവേർട്ട് ചെയ്ത് കല്യാണം കഴിച്ചപ്പോൾ പേരൻസ് പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിലെ വിളിച്ചു വരുത്തുമ്പോൾ അച്ഛനും അമ്മയും പെങ്കൊച്ചിന്റെ ആധാറും SSLC ബുക്കും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ കാണിച്ച് 17 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് ഇത് പോക്സോ ആണെന്ന് തെളിവ് കാണിക്കുന്നുണ്ട്. പക്ഷെ പോലീസുകാർ അവരെ വിശ്വസിക്കാതെ അവളെ കൂടെ പറഞ്ഞു വിടും. വാവ്. സോ ഇത് മുസ്ലിംസിന് മാത്രമല്ല, നമ്മുടെ നിയമവ്യവസ്ഥയെ കൂടി കളിയാക്കുന്ന ഒരു പടമാണ്. ഈ ടാർഗറ്റ് നമ്പർ 3
നേഹ മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ നിന്നുള്ള ദളിത് പെൺകുട്ടിയാണ്. ജാവലിൻ ത്രോയിൽ ഒളിമ്പിക്സ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനായിട്ട് പരിശ്രമിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പൊ അവളെ രാജു എന്ന പേരിൽ ഹിന്ദു ആണെന്ന് പറഞ്ഞ് പ്രേമിച്ച് പറ്റിച്ച ഒരാൾ കെട്ടുകയാണ്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും അയാൾ മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ്. ഇനി ഈ 3 നായകന്മാരും ഹിന്ദുക്കളായ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ഗർഭിണികളാക്കി ഇങ്ങനെ ഇന്ത്യയിൽ മുഴുവനും മുസ്ലിംസിനെ നിറച്ച് ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയിലെ മെമ്പേഴ്സ് ആണെന്നുള്ളതാണ് ട്വിസ്റ്റ്. ഇനി ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്നതല്ല, ഫ്രാൻസ്, നെതർലാൻഡ് ഉൾപ്പെടെ മറ്റ് പല രാജ്യങ്ങളിലും ഇവർ ഈ പരിപാടി നടത്തുന്നുണ്ടത്രേ. ഇങ്ങനെ പ്രേമിച്ച് കൺവേർട്ട് ചെയ്യുന്ന മുസ്ലിം കാമുകന്മാർക്ക് പ്രതിഫലമൊക്കെ ഉണ്ട്. അതായത് ദളിത് പെൺകുട്ടിയാണെങ്കിൽ 6 ലക്ഷം, അങ്ങനെ. ഇതിൽ ദിവ്യയുടെ കാമുകൻ അവളെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവന്റെ മുഖഭാവമൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, റിയൽ സോംബി പക്ക, അതുമല്ലെങ്കിൽ വാമ്പയർ ആണ് എന്നൊക്കെ പറയാം. അതാ ഞാൻ പറഞ്ഞത്, ഇത് കണ്ടപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നി ഇതൊരു സോംബി പടമാണെന്ന്. സോ ബാക്കിയുള്ളവരെയൊക്കെ കുറച്ച് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തുവെങ്കിലും കേരള പെൺകുട്ടിയെ കൺവേർട്ട് ചെയ്യിക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു, ടൈം എടുത്തു. അതായത് വിദ്യാഭ്യാസമുള്ള ലിബറൽ, സെക്യുലർ ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണല്ലോ. സോ കാമുകൻ അവളെ മുറിയിൽ പൂട്ടിയിട്ടു. അയാളുടെ ഭാര്യയും ബുർഖയിട്ട വേറെ കുറെ പെണ്ണുങ്ങൾ, സോംബി പെണ്ണുങ്ങൾ, ഇവരെല്ലാവരും കൂടെ അവളെ പീഡിപ്പിച്ച് ബീഫ് തീറ്റിക്കും. അതായത് 400-460 രൂപയുടെ ബീഫിന് വില ഉണ്ടല്ലോ, അത് നിർബന്ധിച്ച് അവളുടെ വായിൽ കുത്തി തിരികെ കയറ്റും. എന്നിട്ട് പറയുവാണ്, ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ കാണുകയില്ല, നിനക്ക് ജീവിക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു 5-6 കിലോ ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ അത് കഴിച്ച് ജീവിക്കുക, ഞങ്ങൾ പോയിട്ട് വരാം എന്ന്. അങ്ങനെ അവരെ ഇവളെ പൂട്ടിയിട്ടിട്ട് പോവുകയാണ്. മുറിക്കകത്ത് ബീഫ് കറി മാത്രമല്ല, ഒരു ട്രിമ്മറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തിനാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. അപ്പൊ ഈ ബീഫ് ഉള്ളിൽ ചെന്നത് ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സുരേഖയ്ക്ക് മനസ്സിലായത് താൻ ഹിന്ദു ആചാരങ്ങളൊന്നും പിന്തുടർന്നില്ല എങ്കിലും താൻ ഒരു ഉള്ളിന്റെ ഉള്ളിലെ ഹിന്ദു ആയിരുന്നു എന്ന്. ഉടനെ അവള്, അമ്മ, അച്ഛ, ഞാൻ ഒരു പ്രൗഡ് ഹിന്ദു ആണ്, ഇനി അടുത്ത ജന്മത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കിത് കേട്ടപ്പോ നമ്മുടെ സുരേഷ് ഏട്ടന്റെ ഒരു ഓർമ്മയുണ്ടോ ഈ മുഖം ഡയലോഗ് ഓർമ്മ വന്നു, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം. അത് വിടട്ടെ. അപ്പൊ ഞാൻ പ്രൗഡ് ഹിന്ദു ആണ്, ഇനി അടുത്ത ജന്മത്തിലും അങ്ങനെയായിരിക്കും. പക്ഷെ ഇവരെന്നെ ബീഫ് തീറ്റിച്ചു, ഞാൻ കളങ്കപ്പെട്ടു, സോ സലിമിനെ ഞാൻ എക്സ്പോസ് ചെയ്യിപ്പിക്കും, ഐ എം സോറി എന്നൊക്കെ ഒരു കത്ത് എഴുതി വെച്ചിട്ട് സുരേഖ ആ മുറിയിൽ വെച്ചിരുന്ന ആ ട്രിമ്മർ എടുത്ത് തലയങ്ങോട്ട് മൊട്ടയടിച്ച്, അതായത് അവനിഷ്ടം നിന്റെ മുടിയാണല്ലോ, അതങ്ങനെ മൊട്ടയടിച്ചിട്ട് അവളങ്ങ് തൂങ്ങിച്ചാവും. രാജസ്ഥാനി പെൺകുട്ടിയുടെ പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഈ സോംബി കാമുകൻ തല ഭിത്തിയിൽ ഇടിപ്പിച്ച് കൊല്ലും, എന്നിട്ട് പീസാക്കിയിട്ട് കുഴിച്ചിടും. അതും അവനും അവന്റെ ഫുൾ മുസ്ലിം ഫാമിലി വിത്ത് പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ പരിപാടി ചെയ്യുന്നത്. സോംബീസ് ആണല്ലോ. ജാവലിൻ ത്രോ പെൺകുട്ടിയെ കാമുകൻ കൺവേർട്ട് ചെയ്യിപ്പിച്ചിട്ട് ഉസ്താദിനെയും മറ്റു മത നേതാക്കളെയും കൊണ്ട് അവളെ റേപ്പ് ചെയ്യിപ്പിച്ചിട്ട് വീട്ടിൽ പിന്നെയും കൊണ്ടുവരും. എന്നിട്ട് അവന്റെ ഉമ്മയും അവിടെ പരിചയത്തിലുള്ള എല്ലാ ആണുങ്ങളെയും കൊണ്ട് അവളെ റേപ്പ് ചെയ്യിപ്പിക്കും. ലാസ്റ്റ് അത് മടുത്ത് അവള് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടും. സോ സാഡ്. പിന്നെ ലാസ്റ്റ് ഈ പെൺകുട്ടികളുടെ എല്ലാം അച്ഛനമ്മമാരും ബാക്കി എല്ലാ സമുദായത്തിൽപ്പെട്ട മറ്റ് ഹിന്ദുക്കളെ എല്ലാം ഉണർത്തിക്കൊണ്ടുവന്ന് ഹിന്ദു ഉണരൂ, ഇതിനെതിരെ പ്രതികരിക്കൂ, പോരാടൂ, വിത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹര ഹര മഹാദേവ്, അങ്ങനെ നമുക്ക് കോൾമയിർ കൊള്ളിക്കുന്ന ഒരു സീനൊക്കെ കാണിച്ച് ഇവന്മാരെ ഓടിച്ചിട്ട് പിടിവിടും. സോ പടം പറഞ്ഞു വരുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ രാജ്യത്തിലെ ഹിന്ദു മതത്തിൽ ജനിച്ച പെൺകുട്ടികളുണ്ടല്ലോ, അവർ 10 വയസ്സൊക്കെ വിവരം വെളിവില്ലാത്ത മന്ദബുദ്ധികളാണ്, അവരെ ഈസി ആയിട്ട് ആർക്കും കൺവേർട്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലെ മുസ്ലിംസ് മുഴുവൻ തീവ്രവാദികളാണ്, എല്ലാം സോംബികളാണ്, അവർ നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയി രക്തം ഊറ്റിക്കുടിക്കും, നിങ്ങളെ മറിച്ചിടും, മാറ്റുവിൻ ചട്ടുകങ്ങളെ. പിന്നെ മറ്റൊരു മഹത്തായ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, റീൽസ് ചെയ്യുമ്പോൾ സെക്സി ഗ്ലാമറസ് ആയിട്ടുള്ള ഡാൻസ്, ഐറ്റം ഡാൻസ്, ഇതിനൊന്നും ഡാൻസ് കളിക്കരുത്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നൃത്തങ്ങൾ അല്ലെങ്കിൽ ക്ലാസിക് ഡാൻസ് ഒക്കെ കളിച്ച് റീൽസ് ഇടുക, അല്ലെങ്കിൽ നിങ്ങളെ മുസ്ലിം സോംബി ചെക്കന്മാരെ പിടിച്ചുകൊണ്ട് പോകും. ഈ പണ്ടൊക്കെ ഉമ്മാക്കി വരുമെന്നും പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കില്ലേ, അതുപോലെ. ഈ വാട്സ്ആപ്പ് ഫോർവേഡഡ് മെസ്സേജ് എല്ലാം ഒന്നും തെറ്റൊന്നും അല്ല, അതിൽ കുറച്ചൊക്കെ സത്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്താ റൈറ്റ് വിംഗ് പൊളിറ്റിക്സുകാരെ പോലെ സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡയലോഗ്സ് പടത്തിലുണ്ട്. മീൻസ് ആദ്യ സിനിമയെ ട്രോളാൻ വേണ്ടി നമ്മളൊക്കെ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് നമുക്കിട്ട് ലിബറൽ ചിന്താഗതിക്കാർ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും മണ്ടന്മാരാണ് എന്നൊരു വെളുപ്പിക്കൽ നാടകമായിരുന്നു. പക്ഷെ ഒത്തില്ല. പിന്നെ ദോഷം പറയരുതല്ലോ, നേഹയായിട്ട് വന്ന ഐശ്വര്യ ഓച്ചയുടെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു, അതാണ് ഒരു പോസിറ്റീവായിട്ട് തോന്നിയത്. മേക്കിംഗ് ആൻഡ് വിഷ്വൽസ് ഒക്കെ ഒരു സീരിയൽ ലെവലാണ്. സോ കേരള സ്റ്റോറി എന്ന പേര് ന്യായീകരിക്കാനായിട്ട് ഇവര് കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി, പിന്നെ ദളിത് വിഭാഗത്തിനെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ഒരു ദളിത് പെൺകുട്ടിയും, പിന്നെ ഒരു മൈനറും, സോ എല്ലാ വിഭാഗത്തിൽ നിന്നും പ്രതിനിധികൾ പടത്തിലുണ്ട് കേട്ടോ. ആർക്കും ഒരു കുറവും തോന്നാൻ പാടില്ല. ലാസ്റ്റ് ബുൾഡോസർ വെച്ച് കെട്ടിടം പൊളിച്ച് അതിൽ നിന്ന് കൃഷ്ണ പ്രതിമ, മീൻസ് പെണ്ണിനെ രക്ഷപ്പെടുത്തിയതിനേക്കാൾ പ്രാധാന്യം അതിനായിരുന്നു. അതുപോലെ ദിവ്യക്ക് റഷീദിലുണ്ടായ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഹിന്ദു ആക്കുക. പിന്നെ പടത്തിന്റെ പേരിലെ കേരളം എന്നുള്ള ഭാഗം മാത്രം ഇങ്ങനെ പച്ച കളറിൽ, ഇതൊക്കെ ഇവരുടെ അജണ്ട എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. സോ മതത്തിന്റെ പേരിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, തമ്മിൽ തല്ലിക്കുക എന്നുള്ളതല്ലാതെ ഈ സിനിമയ്ക്ക് വേറെ പ്രത്യേകിച്ച് ലക്ഷ്യം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഒരു 916 പ്യുവർ പ്രൊപ്പഗണ്ട പടം എന്ന് പറയാം. ഇതിനിപ്പോ ചൈനീസ് പെൺകുട്ടിയെ അല്ലെങ്കിൽ അമേരിക്കക്കാരിയെ, റഷ്യക്കാരിയെ, കൊറിയക്കാരിയെയൊക്കെ കൺവേർട്ട് ചെയ്യുന്ന കഥകളുമായിട്ട് കേരള സ്റ്റോറി 3, 4, 5 അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. സോ മൊത്തത്തിൽ ഇവന്റെയൊക്കെ അമ്മായിമ്മയുടെ അല്ല
അവൻ്റെയൊക്കെ അമ്മായിമ്മയുടെ വീടിനടുത്ത് നടന്ന 16 അടിയന്തരത്തിന് പായസത്തിനകത്ത് ചാണം കലക്കിയത് പോലെ ഒരു പ്രൊപ്പഗണ്ട പടം. അത്രേ ഉള്ളൂ. ഇനി ആ പായസം കുടിച്ചിട്ട് വാവ് ദിസ് ഇസ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്ന കുറച്ച് വസന്തങ്ങൾക്ക് ഒരു ഗിൽറ്റി പ്ലഷറൊക്കെ കൊടുക്കുന്ന ഒരു സിനിമ. നമുക്കിത് കോമഡി ആയിട്ടൊക്കെയാണ് തോന്നുന്നതെങ്കിലും കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് ഈ പടം വളരെ ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഇത്തരം സിനിമകളുടെ അല്ലെങ്കിൽ ഇത്തരം പ്രൊപ്പഗണ്ട പടങ്ങളുടെ ഒരു ഇമ്പാക്ട്. നീ ഇങ്ങനെയൊക്കെ തോന്നിയാലും ഇത് പ്രൊപ്പഗണ്ട പടമൊന്നുമല്ല കേട്ടോ, സോംബി പടം തന്നെയാണ്. ഇത് മുസ്ലിംസിനെ അല്ല, സോംബി വൈറസ് ബാധിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനൊരു സതുദ്ദേശത്തോടെ വന്ന ഒരു സിനിമയെ ഇസ്ലാമോഫോബിക് ആന്റി കേരള പ്രൊപ്പഗണ്ട പടം എന്നൊക്കെ പറയാൻ പാടില്ല, കുറച്ചുകൂടെ പൊക്കി പറയണം. ഇതൊരു ആന്റി നാഷണൽ പടം എന്നൊക്കെയല്ലേ പറയണ്ടേ.